Problems on subset and union and intersection. First question. Examine whether the following statements are true or false. Set of all x such that x is an even natural number less than 6 is a subset of set of all x such that x is a natural number which divides 36. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നോക്കേണ്ടുന്നത്. അപ്പൊ ആദ്യം ഈ സെറ്റിലെ എലിമെന്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ എന്താ, 6ൽ താഴെയുള്ള ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്, 2ഉം 4ഉം. അപ്പൊ ഈ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 2, 4 ആണ്. രണ്ടാമത്തെ സെറ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഏതൊക്കെയാത്, 1, 2, 3, 4, 6, 9, 12, 18, 36. അപ്പൊ അതാണ് രണ്ടാമത്തെ സെറ്റ്. ഇനി സെറ്റ് 2, 4 ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഒരു സെറ്റ് എ മറ്റൊരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവുന്ന എപ്പോഴാണ്, എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ ഉണ്ടാവണം. അപ്പൊ 2, 4 എന്നുള്ള ഈ എലിമെന്റ്സ് ഈ സെറ്റിൽ ഉണ്ടല്ലോ. അതായത് സെറ്റ് 2, 4 ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3, 4, 6, 9, 12, 18, 36. അതായത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ആണ്. രണ്ടാമത്തത്, സെറ്റ് എ ഇസ് ആൻ എലിമെന്റ് ഓഫ് സെറ്റ് എ ബി സി. ട്രൂ ആണോ, അല്ല. കാര്യം എന്താ, സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിലില്ല. എ ഉണ്ട്, പക്ഷെ സെറ്റ് എ ഉണ്ടോ, ഇല്ല. അപ്പൊ സെറ്റ് എ ഇസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് സെറ്റ് എ ബി സി, hence the statement is false. Second question, if A is equal to set 1, 2, set 3, 4, 5, state whether the following statements are true or false. If false, give reason to your answer. ഇപ്പൊ തന്നിരിക്കുന്ന സെറ്റിലെ എലിമെന്റ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 1 ഉണ്ട്, 2 ഉണ്ട്, സെറ്റ് 3, 4 ഉണ്ട്, 5 ഉണ്ട്. ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. കൂടാതെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ എന്തുകൊണ്ടെന്നും പറയണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് 3, 4 എലിമെന്റ് ഓഫ് എ. ശരിയാണ്, കാരണം സെറ്റ് 3, 4 ഈ സെറ്റിലുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടാമത്തത്, സെറ്റ് 3, 4 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ആണോ? തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. സെറ്റ് 3, 4 എയുടെ സബ്സെറ്റ് ആണോ? അല്ല. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ എലിമെന്റ് ആണ്, പക്ഷെ അത് എയുടെ സബ്സെറ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സിൻസ് സെറ്റ് 3, 4 ഇസ് ആൻ എലിമെന്റ് ഓഫ് എ ആൻഡ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്തെഴുതാമെന്നറിയാമോ? ഈ സെറ്റ് 3, 4 എന്നുള്ളത് സെറ്റിന്റെ ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കി, അതായത് സെറ്റ് ബ്രാക്കറ്റ് എഴുതിയിട്ട് സെറ്റ് 3, 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇത് സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിയുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകും. മൂന്നാമത്തെ ചോദ്യം, 1 is a subset of A. 1 എയുടെ എലിമെന്റ് ആണ്, പക്ഷേ സബ്സെറ്റ് അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, ഫോൾസ് ആണ്. സി ഫോൾസ് ആണ്. സിൻസ് 1 is an element of A and not a subset of A. അടുത്തത്, 1 is an element of A. ശരിയാണ്, 1 എയിലെ എലിമെന്റ് ആണ്. അപ്പോ നാലാമത്തത് ട്രൂ ആണ്. അടുത്തത്, 5 സബ്സെറ്റ് ഓഫ് എ. 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. നമുക്കറിയാം നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അതുകൊണ്ട് 5 സബ്സെറ്റ് ഓഫ് എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ, ട്രൂ ആണ്. അടുത്തത്, 5 ഇസ് ആൻ എലിമെന്റ് ഓഫ് എ. ഈ സെറ്റിൽ 5 ഉണ്ടോ, ഇല്ല എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എഫ് ഫോൾസ് ആണ്. ഫോൾസ് സിൻസ് 5 ഇസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് എ ബട്ട് 5 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. അടുത്തത്, സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ. ആണോ? 5 എന്ന് പറയുന്ന ഈ സെറ്റിൽ ഉണ്ടെങ്കിലല്ലേ സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആവുകയുള്ളൂ. 5 എയിൽ ഇല്ലാത്തത് കൊണ്ട് സെറ്റ് 5 എയുടെ സബ്സെറ്റ് അല്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. റീസൺ 5 ഇസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കാനുള്ള ഈ സെറ്റ് 3, 4 എന്നൊക്കെ ഉള്ളത് സബ്സെറ്റ് ഓഫ് എന്നുള്ളതൊക്കെ കുട്ടികൾ സാധാരണ തെറ്റിക്കുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത്, ഇഫ് എ ഈസ് ഈക്വൽ ടു 5 then find P of A. എ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, പവർ സെറ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. എ നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എലിമെന്റ്സ് ഒന്നുമില്ല. നൾ സെറ്റിന്റെ സബ്സെറ്റ് നൾ സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ പവർ സെറ്റ് നമുക്കറിയാം
ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ സബ്സെറ്റ്സിന്റെ എല്ലാം കൂടി സെറ്റാണ്. A is equal to 5 ആയതുകൊണ്ട് 5യുടെ ഒരേ ഒരു സബ്സെറ്റ് 5 ആണ്. അപ്പൊ പവർ സെറ്റ് ഓഫ് എയിൽ ഏത് മാത്രമേ കാണുള്ളൂ? സെറ്റ് 5 മാത്രമേ കാണുള്ളൂ, സെറ്റ് 5. അപ്പൊ പവർ സെറ്റ് ഓഫ് A is equal to സെറ്റ് 5 since 5 is the only subset. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചോദിക്കാം. How many elements does a power set of A have if A is equal to 5? ആ ഒരു രീതിയിലും ചോദിക്കാറുണ്ട്. ഇതും തെറ്റാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇതും പഠിച്ചോണം. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവൽസ്. നമ്മൾ ഇന്റർവൽസ് പഠിച്ചതാണ്. ഓപ്പൺ ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവൽ ഇതൊക്കെ പഠിച്ചതാണ്. സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ് ഒക്കെ ഇന്റർവൽസ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ 1 മാർക്കായിട്ട് വരാറുണ്ട്. ഇന്റർവൽസ് തന്ന് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാനും അതുപോലെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് അതിന്റെ ഇന്റർവൽ എഴുതാനും ചോദിക്കാറുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ and -4 less than x less than or equal to 6. അപ്പോൾ ഈ സെറ്റില് എലിമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? റിയൽ നമ്പേഴ്സ് ആണ്. -4നും 6നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. 6 ഉണ്ട്, -4 ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതുക. -4 ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് ഓപ്പൺ ആണെന്ന് മനസ്സിലായി. ലെഫ്റ്റ് ഓപ്പൺ -4. 6 സെറ്റിനകത്തുള്ളത് കൊണ്ട് റൈറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ സെമി ഓപ്പൺ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്, -4, 6 ആണ് ഈ തന്നിരിക്കുന്ന സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽ. രണ്ടാമത്തത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അപ്പൊ ഇതിനകത്ത് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. 0ക്കും 7നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. 0 ഉൾപ്പെടെ 7 ഇല്ല എന്ന് പറയുമ്പോൾ 0 ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്. ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് 0. 7 ഇല്ലാത്തത് കൊണ്ട് റൈറ്റ് ഓപ്പൺ 7. ഓപ്പൺ ഇന്റർവെലിന്റെ ഒക്കെ ബ്രാക്കറ്റ് അതുപോലെ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ബ്രാക്കറ്റ് ഒക്കെ ശ്രദ്ധിച്ചോണം. ക്ലോസ്ഡ് ആകുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഓപ്പൺ ആകുമ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എൻ പോയിന്റ്സും ഉണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 3യും 4ഉം 3ക്കും 4നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 3, 4 ആണ്. സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അടുത്തത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ ആൻഡ് -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -4. അപ്പൊ ഇവിടെ എൻ പോയിന്റ്സ് ഇല്ല, ലെസ് ദാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം -12ഉം -4ഉം സെറ്റിലില്ല. പക്ഷേ -12നും -4നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ പോയിന്റ്സ് ഇല്ല എന്ന് പറയുമ്പോഴേ അത് ഓപ്പൺ ഇന്റർവൽ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -12 -4 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ആദ്യത്തെ ചോദ്യം, ക്ലോസ്ഡ് ഇന്റർവൽ 6, 12. ക്ലോസ്ഡ് ഇന്റർവൽ 6, 12ന്റെ ഡെഫിനിഷൻ നമുക്ക് അറിയാവുന്നതാണ്. 6ഉം 12ഉം 6നും 12നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടണം. അപ്പൊ അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ and 6 is less than or equal to x less than or equal to 12. അടുത്തത്, ലെഫ്റ്റ് ഓപ്പൺ 6, 12 റൈറ്റ് ക്ലോസ്ഡ്. അപ്പോ 6 അതിനകത്ത് ഇല്ല, സെറ്റിൽ 6 ഇല്ല. 6നും 12നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, 12ഉം ഉണ്ട് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ. 6 ഇല്ലാത്തതുകൊണ്ട് 6 ലെസ് ദാൻ എക്സ് ആണ് എഴുതേണ്ടത്. 12 ഉള്ളത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ -23, 5. ലെഫ്റ്റ് ക്ലോസ്ഡ് ആകുമ്പോൾ ലെഫ്റ്റ് എൻ പോയിന്റ് സെറ്റിനകത്തുണ്ട്. റൈറ്റ് ഓപ്പൺ ആയതുകൊണ്ട് റൈറ്റ് എൻ പോയിന്റ് സെറ്റിൽ ഇല്ല. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരണം എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. അടുത്തത്, ഓപ്പൺ ഇന്റർവൽ -3, 0. ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എൻ പോയിന്റ്സ് സെറ്റിനുള്ളിൽ വരാൻ പാടില്ല. -3ക്കും 0ക്കും ഇടയ്ക്കുള്ള എല്ലാ എലിമെന്റ്സും എല്ലാ റിയൽ നമ്പേഴ്സും വരണം. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ആർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. If A equal to set of all x such that x is a natural number and multiple of 3 and B is equal to set of all x such that x is a natural number less than 6, find A union B and A intersection B. A is equal to set of all x such that x is a natural number and multiple of 3. എന്ന് പറഞ്ഞാൽ 3യുടെ
ടേബിൾസിൽ വരുന്ന എല്ലാ എലിമെന്റ്സും എയിലുണ്ടാവും. അതായത് സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 3, 6, 9 എക്സെട്ര. ബി എന്ന് പറയുന്നത് സെറ്റ് ഏതാണ്? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എഴുതണം. അതായത് 1, 2, 3, 4, 5. അപ്പൊ ബി എന്നുള്ള സെറ്റും എ എന്നുള്ള സെറ്റും കിട്ടി. എ യൂണിയൻ ബി എഴുതണം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും ഒരുമിച്ചൊരു സെറ്റ് ആക്കി എഴുതുക. അതായത് എ യൂണിയൻ ബിയിലെ എലിമെന്റ്സ്, ബിയിൽ നമുക്കറിയാം 1 മുതൽ 5 വരെ ഉണ്ട്. 1, 2, 3, 4, 5. പിന്നെ ബാക്കിയുള്ള എലിമെന്റ്സ്, പിന്നെ എയിൽ ബാക്കി വരുന്നത് ഏതൊക്കെയാ? 6, 9, 12 അങ്ങനെയുള്ള എലിമെന്റ്സ് എല്ലാം വരും. അപ്പൊ 1, 2, 3, 4, 5 എഴുതി, ബിയിലെ എല്ലാ എലിമെന്റ്സും എഴുതി, പിന്നെ എയിലെ ബാക്കി വരുന്ന എലിമെന്റ്സ് 6, 9 എക്സെട്ര. അതാണ് എ യൂണിയൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും പൊതുവായി വരുന്ന എലിമെന്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If A is equal to set of all x such that x is a natural number and 1 less than x less than or equal to 6, and B is equal to set of all x such that x is a natural number and 6 less than x less than 10, find A union B and A intersection B. ഇവിടെ A എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 1നും 6നും ഇടയ്ക്കായിരിക്കണം. 1 ഇല്ല, 6 ഉണ്ട് എന്ന് പറയുമ്പോൾ എയിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 2, 3, 4, 5, 6. 1 ഇവിടെ ഇല്ല. 1 ലെസ് ദാൻ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ 1 ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ 1 എഴുതാഞ്ഞത്. അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 6 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ്? 6 ഉണ്ട്. പിന്നെ 1നും 6നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് 2, 3, 4, 5. അപ്പൊ എ എന്ന് പറയുന്നത് സെറ്റ് 2, 3, 4, 5, 6 എന്ന് കിട്ടി. അടുത്തത് ബി എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 6നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു. 6ഉം 10ഉം ഇല്ല. 6നും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7, 8, 9. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും ഒരു സെറ്റ് ആക്കി എഴുതുക. അപ്പോ എയില് 2, 3, 4, 5, 6 ഉണ്ട്, ബിയില് 7, 8, 9. അപ്പൊ അത് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ സെറ്റ് ആക്കി എഴുതി 2, 3, 4, 5, 6, 7, 8, 9. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്കും ബിക്കും പൊതുവായി വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. ഇവിടെ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും ഇല്ല. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? നൾ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, അതായത് നൾ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. If A is equal to set 1, 2, 3, 4, B is equal to set 3, 4, 5, and C is equal to set 3, 6, 7, find A union B union C, A intersection B intersection C. Verify A union B intersection C is equal to A union B intersection A union C. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വെരിഫൈ ദാറ്റ് A intersection B union C is equal to A intersection B union A intersection C. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. എ നമുക്കറിയാം സെറ്റ് 1, 2, 3, 4, ബി സെറ്റ് 3, 4, 5, സി 3, 6, 7. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലിമെന്റ്സും ഒറ്റ സെറ്റ് ആക്കി എഴുതുക. അപ്പൊ 1, 2, 3, 4, ഇവിടെ എക്സ്ട്രാ ആയിട്ട് 5 ഉണ്ട്, 5 ഇവിടെ വരുന്നത് 6, 7. അപ്പൊ 1, 2, 3, 4, 5, 6, 7. അതാണ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 സെറ്റിലും പൊതുവായി വരുന്ന എലിമെന്റ്. പൊതുവായി വരുന്നത് പറയുന്നത് 3 മാത്രമേ ഉള്ളൂ. 3 സെറ്റിലും പൊതുവായി വരുന്ന ഏതാ? 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്റർസെക്ഷൻ എന്താ? സെറ്റ് 3. അടുത്ത ക്വസ്റ്റ്യൻ വേരിഫിക്കേഷൻ ആണ്. അപ്പൊ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് കാണിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കുക. അതിനാദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി, ബി എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5 ആണ്. സി എന്ന് പറയുന്നത് സെറ്റ് 3, 6, 7 ആണ്. രണ്ടിലും പൊതുവായിട്ട് വരുന്ന ഏതാ? ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് രണ്ടിലും പൊതുവായിട്ട് വരുന്നതാണ് നോക്കേണ്ടത്. രണ്ടിലും പൊതുവായിട്ട് വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. അപ്പൊ സെറ്റ് 3 ആണ് ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി കാണണം. എ നമുക്കറിയാം സെറ്റ് 1, 2, 3, 4. യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി നമ്മളിപ്പോ കണ്ടുപിടിച്ചു 3. രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലെ എലിമെന്റ്സ് എല്ലാം എടുത്തെഴുതുക. അതായത് സെറ്റ് 1, 2, 3, 4. അത് ഇക്വേഷൻ 1 ആക്കി എടുത്തു. നമുക്ക് റൈറ്റ് സൈഡിൽ എന്താ വേണ്ടുന്നത്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ആണ്. അപ്പൊ ആദ്യം എ യൂണിയൻ ബി കാണണം, പിന്നെ എ യൂണിയൻ സി കാണണം, പിന്നെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ കാണണം. അപ്പൊ ആദ്യം എ യൂണിയൻ ബി എന്താണെന്ന് നോക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3, 4 യൂണിയൻ സെറ്റ് 3, 4, 5. ഇത് ബി. രണ്ട് സെറ്റിലും ഇതേകൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലെ എല്ലാ എലിമെന്റ്സ് എടുത്ത് എഴുതുക എന്നാണ്. അപ്പൊ സെറ്റ് 1, 2, 3, 4, 5 എന്ന് കിട്ടും.
എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ സെറ്റ് 1 2 3 4 യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് 3 6 7. യൂണിയൻ ആകുമ്പോൾ രണ്ട് സെറ്റിലെ എലിമെന്റ്സ് എല്ലാം ഒരുമിച്ച് എടുത്തെഴുതുന്നു. സെറ്റ് 1 2 3 4 6 7 എന്ന് കിട്ടി. ഇനി എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്താണെന്ന് കാണണം. എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിച്ചു സെറ്റ് 1 2 3 4 5. ഇന്റർസെക്ഷൻ എ യൂണിയൻ സി നമ്മൾ കണ്ടുപിടിച്ചു സെറ്റ് 1 2 3 4 6 7. ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും പൊതുവായിട്ട് വരുന്ന എലിമെന്റ്സ് മാത്രം എടുത്തെഴുതുന്നു. ഏതൊക്കെയാ? 1 2 3 4. രണ്ട് സെറ്റിൽ 1 2 3 4 ഉണ്ട്. അതായത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സിയും സെയിം ആണ്. ഈ രീതിയിലുള്ള വെരിഫിക്കേഷൻ പ്രോബ്ലം ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ വെരിഫിക്കേഷൻ പ്രോബ്ലം ആണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അപ്പൊ ആദ്യം ലെഫ്റ്റ് സൈഡ് കാണണം. ലെഫ്റ്റ് സൈഡ് കാണണമെങ്കിൽ നമുക്ക് ബി യൂണിയൻ സി വേണം. ബി യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് 3 4 5. ബി എന്ന് പറയുന്നത് സെറ്റ് 3 4 5. സി എന്ന് പറയുന്നത് സെറ്റ് 3 6 7. രണ്ട് സെറ്റിന്റെ യൂണിയൻ ആകുമ്പോൾ രണ്ട് സെറ്റിലെ എല്ലാ എലിമെന്റ്സും എടുത്തെഴുതുക. അതായത് സെറ്റ് 3 4 5 6 7. ഇനി ആദ്യം എന്താ വേണ്ട? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് വേണ്ടത്. എ എന്ന് പറയുന്നത് നമുക്കറിയാം സെറ്റ് 1 2 3 4. ബി യൂണിയൻ സി നമ്മളിപ്പോ കണ്ടുപിടിച്ചു സെറ്റ് 3 4 5 6 7. ഇന്റർസെക്ഷൻ ആകുമ്പോൾ രണ്ട് സെറ്റിലും പൊതുവായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് എടുത്തെടുക്കണം. ഏതൊക്കെയാണ്? 3 4. അപ്പൊ സെറ്റ് 3 4 അത് ഇക്വേഷൻ 1 ആക്കി എഴുതി. അടുത്തത് റൈറ്റ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ ബിയും കാണണം, എ ഇന്റർസെക്ഷൻ സിയും കാണണം. എ ഇന്റർസെക്ഷൻ ബി നോക്കുന്നു. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4. ബി എന്ന് പറയുന്നത് സെറ്റ് 3 4 5. രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാ? 3 4. അപ്പൊ സെറ്റ് 3 4. അതുപോലെ എ ഇന്റർസെക്ഷൻ സി. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4. സി എന്ന് പറയുന്നത് സെറ്റ് 3 6 7. ഇന്റർസെക്ഷൻ ആകുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 3 മാത്രമാണ്, സെറ്റ് 3. ഇനി നമുക്ക് റൈറ്റ് സൈഡ് വേണ്ടുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണ്. എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു സെറ്റ് 3 4. യൂണിയൻ എ ഇന്റർസെക്ഷൻ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു സെറ്റ് 3. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലെ എലിമെന്റ്സ് എടുത്തെഴുതുന്നു. അതായത് സെറ്റ് 3 4. അപ്പൊ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെ റൈറ്റ് സൈഡ് തുല്യമാണ് കേട്ടോ. സെറ്റ് 3 4 തന്നെയല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയും എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സിയും സെയിം ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ is equal to set of all x such that x is an odd natural number and b is equal to set of all x such that x is a prime number, find a intersection b. എ എന്ന് പറയുന്നത് ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 1 3 5 7 എക്സെട്ര. അപ്പൊ എ is equal to set 1 3 5 7 എക്സെട്ര. ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് എ പ്രൈം നമ്പർ എന്നാണ് തന്നിരിക്കുന്നത്. ബി is equal to set 2 3 5 7 11 13 എക്സെട്ര. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം. ഇനി എ ഇന്റർസെക്ഷൻ ബി രണ്ടിലും കോമൺ ആയിട്ട് ഏതാ വരിക? 3 5 7 11 13 എക്സെട്ര. രണ്ടിലും പൊതുവായിട്ട് 1 എന്നുള്ള എലിമെന്റ് 2 എന്നുള്ള എലിമെന്റ് ഒഴിവാക്കി ബാക്കി എല്ലാ എലിമെന്റ്സും ഈ സെറ്റിലെ ബാക്കി എല്ലാ എലിമെന്റ്സും ഉണ്ടാവും. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. പത്താമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇഫ് എ is equal to set of all x is that x is equal to 2n n element of n and b is equal to set of all x is that x is equal to 3n n element of n, find a intersection b. a is equal to set of all x is that x is equal to 2n. അതായത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് 2 4 6 8 10 12 14 എക്സെട്ര. ഇവിടെ തന്നിരിക്കുന്ന ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3n. അതായത് 3യുടെ മൾട്ടിപ്പിൾസ് എന്നാണ് അർത്ഥം. 3n എന്ന് പറഞ്ഞാൽ 3 into n. n നാച്ചുറൽ നമ്പർ ആണ്. അതായത് 3യുടെ ടേബിൾസിൽ വരുന്ന എല്ലാ എലിമെന്റ്സും എഴുതുക. അതായത് ബി എന്ന് പറയുന്നത് സെറ്റ് 3 6 9 12 15 എക്സെട്ര. നമുക്ക് എന്താ വേണ്ടുന്നത്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ ഈ രണ്ട് സെറ്റിലും പൊതുവായിട്ട് വരുന്ന എലിമെന്റ്സ് എടുത്തെഴുതണം. അതായത് രണ്ട് സെറ്റിലും പൊതുവായിട്ട് വരുന്ന ആദ്യത്തെ എലിമെന്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പൊ 6. രണ്ടാമത്തെ എലിമെന്റ് 12 ആണ്. ഇപ്പൊ 6 12 എക്സെട്ര എന്നാണ് വരുന്നത്. അതായത് 6ന്റെ ടേബിൾസിലുള്ള വാല്യൂസ് അല്ലേ ഇത്. അപ്പോ നമുക്ക് എന്താ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 6n. 6ന്റെ മൾട്ടിപ്പിളർ 6n n എലിമെന്റ് ഓഫ് n. അതുപോലെ 6 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 2ന്റെയും 3യുടെ LCM അല്ലേ. ഹിയർ 6 is the LCM of 2 and 3. അപ്പോ അതിനെ ജനറലൈസ് ചെയ്ത് ഞാനൊരു നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇഫ് എ is equal to set of all x such that x is equal to an n element of n and
B is equal to set of all x such that x is equal to Bn, n element of n, then A intersection B is equal to set of all x such that x is equal to Cn, n element of n, where C is the LCM of A and B. ഈ മൾട്ടിപ്പിൾ ആയിട്ട് വന്നേക്കുന്ന ആ രണ്ട് നമ്പേഴ്സിന്റെ LCM ആയിരിക്കും C എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം.